ഇതാ. കട്ടിച്ചിട്ട് കൊതുക്. വേണോ? എന്തോണ്ടല്ലോ പറയട്ടെ, ഇങ്ങനെ കടിച്ച് ചാടല്ലേ. ഞാൻ എന്തേ കടിച്ചു ചാടിപ്പോ? എന്തായാലും എന്തോ ഒരു ഷോപ്പിങ്ങിനുള്ള ഒരു വകുപ്പിലായിട്ടാണ് ഈ വന്നുള്ളത്. അത് ഉറപ്പുള്ള കാര്യം. ഒരു കൊതു അടിക്കുമ്പോഴത്തേനും അങ്ങോട്ട് നോക്കിയെന്നോ. ആ ആ പറഞ്ഞോട് എന്താണ് സ്നേഹത്തോടെ പറഞ്ഞു പറഞ്ഞോട്. ഞാൻ പറഞ്ഞിട്ടില്ല. ആ അത്രയും നല്ലത്. വേണമെങ്കിൽ പറഞ്ഞു. ഉപ്പാക്കെ തീരെ സുഖമില്ല. ഇത് കിവാല് പൊക്കിയപ്പോ തന്നെ മനസ്സിലായി അത് ഇന്നോടത്തേക്കാണ്. ഉപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. ഇപ്പൊ വീട്ടിലേക്ക് പോണം. ഇതല്ലേ കാര്യം. പോണ്ട. രാവിലെ വിളിച്ചിട്ട് നന്നായി സംസാരിച്ചത്. ഒരു കുഴപ്പവും മനുഷ്യനില്ല. ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ കള്ളനാ. ഞാൻ ചോദിച്ചല്ലോ, എന്താ പാട്, വിശേഷമൊക്കെ സുഖമല്ലേ, കുഴപ്പമൊന്നുമില്ല കുട്ടിയെ, ഒരു കുഴപ്പമില്ല ഇപ്പോന്ന് പറഞ്ഞു. അപ്പൊ ഇജ്ജ് നോണ പറഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ വീട്ടിൽ പോണം. എന്റെ പൊന്നാരൊക്കെ നോണ പറയേണ്ട യാതൊരു കാര്യമില്ല. അപ്പാക്ക് തീരെ സുഖമില്ല. ഇപ്പാനും കൊണ്ട് ആ പിന്നെ ഞരമ്പിന്റെ ഒരു ഇല്ലേ യൂറോളജി, എന്താ അതിന്റെ പേര്, ന്യൂറോളജി, അതിലൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പോവാൻ പറ്റുമോ നിങ്ങളെയും കൂട്ടിയിട്ട്, ഇല്ലെങ്കിൽ ഞാനൊന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അല്ലാ, എന്ത് പറഞ്ഞാലും എതിരേ ഉള്ളൂ. ഒരു മനസമാധാനം ആയിക്കോട്ടെ, ഹോസ്പിറ്റലിൽ പോകേണ്ട കേസും അതൊക്കെയാണ് പോവുക ചെയ്യാ. ഇതൊക്കെ നോണയാണ്, അതുകൊണ്ട് പോണ്ട. നോണല്ല, വിളിച്ച് ചോദിച്ചോക്കുന്നു. ഞാൻ രാവിലെ വിളിച്ചെന്ന് പറഞ്ഞല്ലോ. അതിനിപ്പം ഇങ്ങോട്ട് എന്താ പറയാ? ഇപ്പൊ ഇങ്ങോട്ട് ഇതുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ഇതിപ്പോ ന്യൂറോളജി കാണിക്കാനാ? നിങ്ങൾ എന്തെങ്ങനെ വായം കണ്ടാ കൂടെ ഒന്ന് പോവുക? ഇങ്ങനെ ദുഷ്ടത്തരം പറയാൻ പാടില്ലട്ടാ. ഇപ്പൊ എങ്ങനെ നിങ്ങളോട് പറയാ? എന്നോടിപ്പം ഉമ്മ രാവിലെ വിളിച്ച പറഞ്ഞതാ, മോളെ ഓനെയും കൂട്ടിട്ട് ആ കാർ എടുത്തിട്ടൊന്ന് വായോ, എന്നിട്ട് ഉപ്പാനെ ഒന്ന് ന്യൂറോളജി കൊണ്ടുപോയി കാണിക്കുക, ആ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലില് അതിലൊന്ന് പോവാന്ന് അമ്മ പറഞ്ഞത്. ഒന്ന് കാണൂ. ഒരു കാര്യം ചെയ്തോ, ഈ വൈക്കോ. എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ലല്ലോ. കാറിന് ഇവിടുന്ന് അറിയണമെങ്കിൽ ആ സുബ്രഹ്മണ്യായിട്ട് ഡ്രൈവർ വിളിച്ചോ. എന്ത് മനുഷ്യനാ നിങ്ങള്? നിങ്ങൾക്കൊന്ന് വന്നാലെന്താ? എനിക്ക് വയ്യ. എന്ത് കാര്യണ്ട്? ഞങ്ങൾക്ക് പോവാളോ. ഈ എന്റെ ഒന്നും കൂടിയാണ് പോയിക്കോ. ഇപ്പൊ ഞാൻ തന്നെ കെട്ടിക്കുത്തി പോണ്ടത് എന്തിനാ? അല്ല, രാവിലെ വിളിച്ചപ്പോ പറഞ്ഞൊരു കുഴപ്പമില്ല. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ന്യൂറോ പ്രശ്നമാവുക. ശരി, നിങ്ങൾ വരണ്ട. എന്റെ പനം കൊണ്ട് ഞാൻ ഓട്ടോറിക്ഷ എന്തെങ്കിലും വിളിച്ചു പോയിക്കോളാം. ഇവിടെ കാറുണ്ട്. നിങ്ങളുടെ കാറ് വേണ്ട. എന്റെ പനെ കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കല്ലോ അന്യൻ ഇക്കിന്റെ വാപ്പയാണ്. ഞാൻ കൊണ്ടേ കാണിച്ചോളാം. നിങ്ങളൊന്നും വേണ്ട. അമ്മ മോനെ, എന്ത് വർത്താനാടാ പറഞ്ഞു? എന്ത് വർത്താനം? മലയാളം എന്ത് വർത്താനം പോളോട് പറഞ്ഞത്? പിന്നെന്താണ്? ഓൾക്ക് അനങ്ങിയ അവളെ കൂടി പോണം. ഞാൻ ഓളുടെ ഡ്രൈവറാ. ഞാൻ വണ്ടി ഓടിക്കുക, എന്നിട്ട് ഓളിങ്ങനെ വീട്ടിൽ പോവുക, എന്നിട്ട് 4 ദിവസം അവിടെ നിൽക്കുക, പോരുക. അതൊക്കെ അവളെ സ്ഥിരം പരിപാടിയാണ്. എടാ, അവളുടെ ഉപ്പാക്ക് തീരെ വയ്യ. അതൊന്ന് കാണാൻ പോണെന്നല്ലേ അവൾ പറഞ്ഞുള്ളൂ. അപ്പൊ ഉപ്പാനെ ഞാൻ രാവിലെ വിളിച്ച്, അപ്പൊ ഉപ്പ പറഞ്ഞ് ഒരു കുഴപ്പമില്ല കുട്ടിയെ എന്നൊക്കെ പറഞ്ഞ ആൾക്ക് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് സൂക്കടാവും. അല്ല, നിന്നോട് പറയോ ഇപ്പം മോനെ എനിക്ക് തീരെ വയ്യ, അതുകൊണ്ട് നീ ഒന്ന് ഓടി വരണമെന്ന് പറയോ? വയ്യാച്ചിങ്ങ പറയുന്നുണ്ടല്ലേ? ആയിക്കോട്ടെ, വയ്യാച്ചിങ്ങ മോളുടെ ഭർത്താവിനോടായാലും പറയണോണ്ടോ ഒരു കുഴപ്പമില്ല. തീരെ വയ്യടാ. അവളുടെ ഉമ്മ വിളിച്ച സമയത്ത് ഞാൻ സംസാരിച്ചതാണ്. ഉമ്മാക്ക് അറിയാൻ ഓളെ ഐഡിയയുടെ ആശാത്തിയാ. ഐഡിയ എടുക്കാണ് ഉപ്പാക്ക് വയ്യാന്ന് പറഞ്ഞിട്ട്. എങ്ങനെയെങ്കിലും ഒന്ന് അവളെ കുടിയിലാണ്ട് എത്തിക്കിട്ടണം. ആ പടിയാണ്ട് കടന്ന പിന്നെ 4 ദിവസത്തിന് ഓളേനെ അവിടെ കൊണ്ട് കാണില്ല. ഇതൊന്നും നല്ല തുടങ്ങിയ മോനെ, ഇങ്ങനത്തെ സ്വഭാവം നന്നല്ല. നിന്റെ പെങ്ങൾ ഇവിടെ വരുമ്പോ നീ എന്താ പറയലുണ്ടോ? നീ വേഗം പൊയ്ക്കോ നീ പറയില്ലല്ലോ. ഓൾ ഇവിടെ വന്ന് ഒരാഴ്ചയൊക്കെ നിന്ന് പോകുന്നില്ലേ? അപ്പൊ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ ഉണ്ടാവില്ലേ? ഉപ്പേനും ഉമ്മേനും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടല്ലേ ഓള് വരണത്. അതുപോലെ തന്നെയല്ലേ ഇവൾ അവളുടെ ഉപ്പേനും ഉമ്മേനും ഒക്കെ ഒന്ന് കണ്ട്, ഉപ്പാക്ക് എന്താ സുഖമില്ലാന്ന് വെച്ചാൽ ഒന്ന് ആശുപത്രി കൊണ്ടുപോയിക്കോ. അതിന് ഈ ഒന്ന് പൊയ്ക്കോ. ഈ മോനെ പോലെ തന്നെയല്ലേ അവര് നോക്കണത്. ഇതൊന്നും ശരിയില്ല കേട്ടോ. അപ്പൊ രാവിലെ എന്നോട് ഒരു കുഴപ്പമില്ല പറഞ്ഞ അങ്ങനെ തന്നെയാണ് പറയാ. പക്ഷെ തീരെ വയ്യ. ഉമ്മ വിളിച്ച സമയത്ത് പറയുന്നത് ഞാൻ കേട്ടതാണ്. എന്നോട് സംസാരിക്കണ്ട, അവളോട് സംസാരിച്ച് കേട്ടു. മോളെ തീരെ വയ്യ, പിന്നെ ഉപ്പ ആരോടും പറയാത്തതാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഈ ഒന്ന് കൊണ്ടുപോയിട്ട് ആ കാറ് കൊണ്ടുപോയിട്ട് ഉപ്പേനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് നീ ഒന്നും ഇങ്ങോട്ട് വന്നോ. ഇങ്ങനെ മടി പിടിച്ചിരിക്കല്ലേ. അന്റെ ഉപ്പ പോലെ തന്നെയല്ലേ അതും. പോവല്ലേ?
പിന്നെ അല്ലാതെ എടാ നമ്മളല്ലേ അവർക്കൊക്കെ ഉള്ളൂ. ഓക്കിപ്പോ ആരാ വേറെ ഉള്ളത്? ഈ എന്നല്ലേ ഉള്ളേ. നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാ പിന്നെ നമ്മുടെ ആളല്ലേടാ. അപ്പൊ ഈ ഒന്ന് കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നോളാ, അതല്ലേ നല്ലത്. ഓള് നിക്കാണെ 2 ദിവസം അവിടെ നിന്നോട്ടെ. ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ലേ, നമുക്ക് അത്യാവശ്യം പണിയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞാൽ അവള് പതുക്കെ വന്നോട്ടെ. എന്നാ ഉമ്മ അവളോട് ഡ്രസ്സ് മാറ്റാൻ പറയും. ഉമ്മയല്ല, ഈ ഒന്ന് എഴുന്നേറ്റിരുന്നേ. ഈ ഒന്ന് പോയി പറഞ്ഞ അവളോട്. ഞാൻ പറഞ്ഞാൽ തന്നെ അവൾക്ക് ഡ്രസ്സ് മാറ്റാൻ പറ്റുള്ളൂ. ആ അങ്ങനെ തന്നെയാണ് ഇപ്പൊ. ഞാൻ ഉമ്മയല്ല പറഞ്ഞ പറയാൻ ഞാൻ പറ്റും. ഇനിയിപ്പോ പറയാൻ പോയ വില കേട്ടാ. ഓന്റെ മോനെ, നീ ഒന്ന് പോയി പറഞ്ഞ അതുകൊണ്ട് ഒരു വില കേടില്ലടാ. നിന്റെ ഭാര്യയല്ലേ, നിന്റെ ഉപ്പയെ പോലെ തന്നെയല്ലേ അവിടെ ഒരാള്. ഈശ്. ചെക്കനാണ് ഇതൊരു മടിയാണ്. ഓ